ഇനി 2021 കേരള ഉച്ചഭാഷിണി വെളിച്ച സംവിധാന തൊഴിലാളി ക്ഷേമനിധി ബിൽ ശ്രീ TJ വിനോദ് 2021 ആഗസ്റ്റ് 6-ാം തീയതി ഈ ബില്ലിൻ്റെ അവതരണാനുമതിക്കുള്ള ഉപക്ഷേപം അവതരിപ്പിക്കുകയും ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ഉപക്ഷേപത്തെ എതിർക്കുകയും ചെയ്തിരുന്നു. ചർച്ച പൂർത്തിയാക്കാൻ സാധിക്കാത്തതിനാൽ തുടർ ചർച്ചയ്ക്കായി മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. ചർച്ച പൂർത്തിയാക്കാത്തതിനാൽ ശ്രീ TJ വിനോദിന് ചർച്ച തുടരാവുന്നതാണ്. സർ, കേരളത്തിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ തൊഴിലാളികളുടെ പ്രശ്നം വളരെ ഗുരുതരമായൊരു വിഷയമാണ് സർ. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു അസംഘടിത തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ക്ഷേമനിധി ഉണ്ടായി അവരുടെ ജീവിതത്തിന് ഒരു അഭിവൃദ്ധി ഉണ്ടാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഈ ബില്ലിലൂടെ ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ പൊതുപ്രവർത്തകരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരു വിഭാഗമാണ് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ മുതലായ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ. പൊതുപ്രവർത്തകരായ നമ്മളെ സംബന്ധിച്ച് അവരെ ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഇന്ന് കേരളത്തിൽ ഏകദേശം 25,000-ഓളം ഈ മേഖലയിലെ സംരംഭകരുണ്ട്. അതിൽ വൻകിടക്കാരുണ്ട്, ചെറുകിടക്കാരുണ്ട്, മധ്യവർത്തികളുണ്ട്, അങ്ങനെ വിവിധ മേഖലയിൽ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാം ഒരു വരുമാനം ഒരു സ്ഥിര വരുമാനമല്ല, സീസണലാണ്. അവരെ ആശ്രയിച്ച് കഴിയുന്ന നേരിട്ടും നേരിട്ടല്ലാതെയും ഏകദേശം 2.5 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയ്ക്ക് തൊഴിലാളികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഇപ്പോൾ ഒരു സീസണിൽ ഒരു സംരംഭത്തിൻ്റെ കൂടെ വർക്ക് ചെയ്താൽ അടുത്ത സീസണിൽ വേറെ സംരംഭത്തിൻ്റെ കൂടെ പണിയെടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ഒരു തൊഴിലിനൊരു സുരക്ഷയും ഒരു സംരക്ഷണവും ഉണ്ടാവുക എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നതിൽ ഒരിക്കലും അവരെ തെറ്റുപറയാൻ കഴിയില്ല എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇവർ അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവരാണ് എന്നുള്ള കാര്യം സംശയമില്ല. ബഹുമാനപ്പെട്ട മന്ത്രി അന്ന് നൽകിയ മറുപടിയിൽ 1960 കേരള ഷോപ്പ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളാണ് എന്നാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് അറിയാം, കഴിഞ്ഞ കോവിഡ് സമയത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ 3-4-5 തൊഴിലാളികൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നൊരു സംസ്ഥാനമാണ് നമ്മൾ. നമുക്ക് വേറെ കാര്യമായി സഹായിക്കണം. ക്ഷേമനിധി ബോർഡിൽ അവർക്ക് അംഗങ്ങളായി അവർക്ക് ആനുകൂല്യം കിട്ടും എന്നുള്ള പ്രതീക്ഷയെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ഒരു ആനുകൂല്യവും അവർക്ക് കിട്ടാനിടയായ സാഹചര്യം ഉണ്ടായത്. കാരണം അവരാരും അംശാദായം അടച്ച് ഈ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായി പ്രവർത്തിക്കുന്ന കാര്യം അവർക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അത് ചെയ്യാത്താണോ എന്ന് എനിക്കറിയില്ല. അവരെ സംബന്ധിച്ച് വളരെ ദുരിതപൂർണമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. സർ, അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ അടുത്ത് പ്രവർത്തിക്കുന്നൊരു വിഭാഗമാണ് ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ തൊഴിലാളികൾ. അപ്പോൾ നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ക്ഷേമനിധികൾ നമ്മുടെ സംസ്ഥാനത്താണ് രൂപീകരിച്ചിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് ഞാൻ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 29ഓളം ക്ഷേമനിധി ബില്ലുകൾ പാസ്സാക്കിയിട്ടുള്ള സഭയാണ്. ഇപ്പോൾ മന്ത്രി നേരത്തെ മറുപടി പറഞ്ഞു, 16ഓളം ക്ഷേമനിധി ബോർഡുകൾ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് സംസ്ഥാനം. ഇവിടെ ടോഡി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് 2000-ൽ പരം തൊഴിലാളികളുള്ള അവർക്കും ഒരു ബോർഡ് വെൽഫെയർ ക്ഷേമനിധി ബോർഡുണ്ട്. സാർ, എന്തുകൊണ്ട് ഇത്രയും വിപുലമായി അസംഘടിതരായി 2.5-3 ലക്ഷത്തോളം തൊഴിലാളികളുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇവർക്ക് ഒരു ക്ഷേമനിധി ഉണ്ടാക്കിക്കൂടാ എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായും ചോദിക്കാനുള്ളത്. സാർ, ഇന്ന് വളരെ അപകടകരവും അധ്വാനം നിറഞ്ഞതും രാവും പകലും മഞ്ഞും വെയിലും എല്ലാം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം തൊഴിലാളികളാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്നത്. ഒരിക്കലും ഒരു സ്ഥാപനത്തിൽ സ്ഥിരമായി ജോലി ചെയ്യാൻ ഇവർക്ക് കഴിയില്ല. എന്നാൽ വിവിധ സ്ഥാപനങ്ങളിൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. ആയതിനാൽ ഉടമകളുടെ ശുപാർശയില്ലാതെ നേരിട്ട് ക്ഷേമനിധിയിൽ അംഗമാകുന്നതിന് ക്ഷേമനിധി നടപ്പാക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ പലപ്പോഴും കഴിയാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാർ, ഇവിടെ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. തൊഴിൽ മേഖലയിൽ ബാധിക്കുന്ന അശാസ്ത്രീയമായ നിയമങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ
പോലീസ് 10 മണി കഴിഞ്ഞാൽ മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഈ മേഖലയിലെ ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. നമുക്കറിയാം ലൈറ്റ് ആൻഡ് സൗണ്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളുടെ നേരത്തെ അവർക്ക് വാഹനങ്ങളിൽ മൈക്ക് കെട്ടി പരസ്യം ചെയ്യുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല. ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട NOC കൊടുക്കണം എന്നൊരു നിബന്ധന വെച്ചതുകൊണ്ട് പോലീസ് ഇപ്പോൾ അവർക്ക് ഈ പരസ്യ കമ്പനികൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളുടെ പരസ്യം ചെയ്യാനുള്ള തടസ്സം വളരെ ഗുരുതരമായി നിൽക്കുകയാണ്. അപ്പോൾ ആ മേഖലയിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം നിലച്ചു നിൽക്കുകയാണ്. അതുപോലെ തന്നെ ജനറേറ്ററുകൾ ഘടിപ്പിച്ച് പ്രൈവറ്റ് വാഹനങ്ങൾ ജനറേറ്ററുകൾ ഘടിപ്പിച്ച് അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ടാക്സി പെർമിറ്റ് ഉള്ളവർക്ക് മാത്രമേ വാഹനങ്ങളിൽ മാത്രമേ ഇത് ജനറേറ്ററുകൾ ഘടിപ്പിക്കാൻ പാടുള്ളൂ എന്നതിനെ തുടർന്ന് ഒരുപാട് സാമ്പത്തിക ബാധ്യത ഈ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ കാലാകാലങ്ങളിൽ വരുന്ന പുതിയ നിയമങ്ങളും നടപടിക്രമങ്ങളും ഈ മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ വലിയ ഇൻവെസ്റ്റ്മെൻ്റാണ് സാർ ഇപ്പോൾ വേണ്ടി വരുന്നത്. സാധാരണ പോലെയുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് ഒന്നും വെച്ചാൽ ഇപ്പോൾ ആരും ഗവനിക്കാത്ത സാഹചര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരം മേഖലയിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്തരത്തിലുള്ള നല്ല പരിശീലനവും മറ്റ് ലഭ്യമാക്കേണ്ട അത്യന്താപേക്ഷിതമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉള്ള സന്ദർഭത്തിൽ അതിന് ഇടയാകുന്ന രീതിയിലുള്ള ഒരു നടപടിയും ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം വളരെ ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് സീസണലായി ജോലി ചെയ്യാൻ സാധ്യമാവുന്നുള്ളൂ. ജോലി ചെയ്താൽ തന്നെ ഒരു സീസണിൽ ഒരു മുതലാളിയുടെ കൂടെ ജോലി ചെയ്താൽ അടുത്ത സീസണിൽ വേറെ മുതലാളിയുടെ ജോലി ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഈ സീസണലായ ഒരു വർക്കായതുകൊണ്ട് അവർക്ക് നിശ്ചിതമായി നേരത്തെ മന്ത്രി പറഞ്ഞ മറുപടിയിൽ ഷോപ്പ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്ഷേമനിധിയിൽ പലപ്പോഴും അവരുടെ മുതലാളിമാരെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അംശാദായം അടച്ച് അത് ചേർക്കാൻ പലപ്പോഴും തയ്യാറാകാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മേഖലയിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായ വേണ്ട സഹായങ്ങൾ ഗവൺമെൻറ് ഒരു ക്ഷേമനിധി രൂപീകരിച്ച് നടത്തണമെന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ ആവശ്യപ്പെടുന്നത്. സാർ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സാർ ഈ മേഖലയിലെ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളുടെ അവരുടെ ആശ്രിതർക്ക് വിദ്യാഭ്യാസവും വിവാഹവും ആരോഗ്യ പരിരക്ഷ മരണാനന്തര സഹായം എന്നിവ നൽകണമെന്നുള്ളതാണ് ഒരു ആവശ്യം. 2, തൊഴിൽ മേഖലയിൽ എല്ലാ മെമ്പർമാർക്കും നിർണ്ണയിക്കപ്പെട്ട പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകും എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ക്ഷേമനിധിയുടെ പ്രവർത്തനത്തിന് സഹായകരമല്ലാത്ത നിലപാടുകൾ എവിടെ നിന്നുണ്ടായാലും അതിൽ ഇടപെടാനും നിയമപരമായ പരിഹാരം കാണുവാനും എല്ലാ അധികാരവും അവകാശവും ക്ഷേമനിധി ബോർഡിന് ഉണ്ടായിരിക്കുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. പിന്നെ ഞാൻ ചോദിക്കും സാർ, ഈ മൈക്ക് സെറ്റ് പ്രവർത്തിപ്പിക്കുന്ന തൊഴിലാളികൾ അവർ മൈക്ക് സെറ്റ് ഇത് ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ മൈക്ക് സെറ്റ് ഉപകരണങ്ങളും പ്രവർത്തിപ്പിച്ചിട്ടാണ് ഈ സൗണ്ട് സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെ പ്രവർത്തിപ്പിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ മൈക്ക് കേടായി പോയാൽ ആ തൊഴിലാളിക്കെതിരെ പോലീസ് നടപടി എടുക്കുന്നത് ശരിയാണോ? അങ്ങനെയുള്ള നടപടി എടുക്കുമ്പോൾ അവരിൽ നിന്ന് സംരക്ഷണം കൊടുക്കാനുള്ള വ്യവസ്ഥകൾ കൂടി ഈ ബില്ലിൽ ഉൾപ്പെടുത്തണം എന്ന് അങ്ങേക്ക് ആഗ്രഹമില്ലേ? ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പല സന്ദർഭങ്ങളിലും മീറ്റിങ്ങുകൾക്കിടയിൽ മൈക്ക് കേടാകുമ്പോൾ ഉണ്ടാകുന്ന ആ അസ്വാരസ്യം, അതിലൂടെ പോലീസ് ആ ജീവനക്കാർക്കെതിരെ കേസെടുക്കുന്നത് മൂലം ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, തീർച്ചയായും അതിൽ നിന്നൊരു സംരക്ഷണം കൊടുക്കണമെന്നത് അങ്ങയുടെ നിർദ്ദേശം പൂർണ്ണമായി ഈ ബില്ലിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. സാർ, അതുകൊണ്ട് തൊഴിലാളികളുടെ പ്രവർത്തനം അവരുടെ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുക, അവരെ സഹായിക്കുക, അതെല്ലാം മുൻനിർത്തിയാണ്. നമുക്കറിയാം ഇന്ന് സംസ്ഥാനത്ത് ഒരുപാട് ക്ഷേമനിധികളുള്ള സന്ദർഭത്തിൽ കേവലം 2-3 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ പന്തൽ മേഖലയിലും അതുപോലെ തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിലും എല്ലാം പണിയെടുക്കുന്ന ഈ തൊഴിലാളികൾ അവസാനിപ്പിക്കുക സാർ, അവസാനിപ്പിക്കുക. ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് ഉതകുന്ന രീതിയിൽ ഒരു ബില്ല് ക്ഷേമനിധി ബോർഡ് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ പ്രൈവറ്റ് ബില്ലിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്.
ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി. സാർ, നമ്മുടെ വിൻസെൻ്റാണെങ്കിൽ വളരെ സമാധാനത്തോടുകൂടി സഭ പോയാലും എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു ആരെങ്കിലും. സാർ, കേരള സംസ്ഥാനത്ത് ഉച്ചഭാഷിണി വിളിച്ച സംവിധാനം ഒരുക്കൽ, പന്തൽ, കമാനം ഒരുക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് പ്രത്യേക ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുന്നതിനാണ് 2021 കേരള ഉച്ചഭാഷിണി വിളിച്ച സംവിധാന തൊഴിലാളി ക്ഷേമനിധി ബിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. വെളിച്ചം, ഉച്ചഭാഷിണി, പന്തൽ എന്നിവ സംബന്ധിച്ച സേവനം നൽകുന്ന സ്ഥാപനങ്ങൾ തന്നെ 1960 കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തൊഴിലാളി ക്ഷേമനിധി ആക്ടിൻ്റെ പരിധിയിൽപ്പെട്ടതാണ്. അംഗമാകുന്ന തൊഴിലാളികൾക്ക് കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിലെ എല്ലാ ആനുകൂല്യങ്ങളും അർഹതയാണ്. പ്രതിമാസ പെൻഷൻ 1600 രൂപ, കുടുംബ പെൻഷൻ 800 രൂപ, വിവാഹാനുകൂല്യം വനിതാ അംഗത്തിന് 7500 രൂപ, പുരുഷാംഗത്തിന് 5000 രൂപ, പ്രസവാനുകൂല്യമായി വനിതാ അംഗത്തിന് 15000 രൂപ, ഗർഭം അലസലിന് 2500 രൂപയും നൽകി വരുന്നു. ഇതുകൂടാതെ അംഗങ്ങളുടെ മക്കൾക്ക് പഠനകാലയളവിൽ തന്നെ ധനസഹായം ലഭിക്കുന്നു. മികച്ച വിജയം നേടുന്നവർക്ക് പ്രത്യേക ധനസഹായവും കലാകായിക സാംസ്കാരിക രംഗത്ത് പ്രാഗൽഭ്യം തെളിയിക്കുന്ന ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് സ്കോളർഷിപ്പിനുള്ള ധനസഹായവും എന്നിവ ലഭിക്കുന്നതാണ്. സർക്കാർ ആശുപത്രിയിൽ കിടന്നുള്ള ചികിത്സയ്ക്ക് 3 വർഷം അംശാദായം അടച്ച ബോർഡിലെ അംഗത്തിനും കുടുംബത്തിനും പരമാവധി 10000 രൂപ വരെ ചികിത്സ സഹായമായും 3 വർഷം അംശാദായം അടച്ച അംഗം മരണപ്പെട്ടാൽ 5000 രൂപ മുതൽ പരമാവധി 20000 രൂപ വരെ സർവീസ് ദൈർഘ്യം അനുസരിച്ച് മരണാനന്തര ധനസഹായവും 3 വർഷം അംശാദായം അടച്ച അംഗത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും 5000 രൂപ മരണാനന്തര ചെലവും ലഭിക്കുകയാണ്. 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ തൊഴിലാളികൾക്കും മരണാനന്തര സഹായം ലഭിക്കുവാൻ അർഹതയില്ലാതെ മരണമടയുന്ന അംഗങ്ങളുടെ ആശ്രിതർക്കും 2 വർഷമെങ്കിലും തുടർച്ചയായ അംശാദായം അടച്ച ശേഷം സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ തൊഴിൽ ലഭിച്ച അംഗങ്ങൾക്കും അടച്ച അംശാദായത്തിൻ്റെ തുക തിരിച്ചു നൽകുകയാണ്. മേൽവിവരിച്ച പ്രകാരം വിവിധ ആനുകൂല്യങ്ങൾ നൽകുന്ന സാഹചര്യത്തിൽ ഉച്ചഭാഷിണി വിളിച്ച സംവിധാനം, പന്തൽ എന്നിവയുടെ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ ക്ഷേമത്തിനായി ഒരു പ്രത്യേക ക്ഷേമനിധി രൂപീകരിക്കേണ്ട സാഹചര്യമില്ല. ഇക്കാരണത്താൽ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചിരിക്കുന്ന വിധം കേരള ഉച്ചഭാഷിണി വിളിച്ച സംവിധാന തൊഴിലാളി ക്ഷേമനിധി ബില്ലിന് പ്രസക്തിയില്ല. ആയതിനാൽ ബില്ലിൻ്റെ ആവശ്യം അംഗീകരിക്കേണ്ടതില്ല. ശ്രീ TJ വിനോദ്, അങ്ങ് ഉപക്ഷേപം പ്രസ് ചെയ്യുന്നുണ്ടോ? ഉപക്ഷേപം പ്രസ് ചെയ്യാത്ത പക്ഷം സഭയുടെ അനുമതിയോടെ ഉപക്ഷേപം പിൻവലിച്ചിരിക്കുന്നു.